ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെ പോലെ സ്നേഹിച്ചാള് ഇപ്പൊ എന്റെ അച്ഛനല്ലാതായി. ഇതിലപ്പുറം എന്റെ ജീവിതത്തില് ഇനി എന്ത് വരാനാ രാജു? രാജു, എന്റെ ചോദ്യം നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. വർമ്മ സാറിന് തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാഹചര്യത്തെ കുറിച്ചാ ഞാൻ ചോദിക്കും. പ്രതാപൻ രാഷ്ട്രീയ നേതാവായും മന്ത്രിയായും വളരെ തിരക്കിൽപ്പെട്ട് നടക്കുന്ന സമയം അയാളുടെ കുടുംബകാര്യങ്ങളിൽ ചിലതൊക്കെ ആത്മസുഹൃത്തായി എന്നെ ഏൽപ്പിച്ചു. ഗർഭിണിയായ പത്മാവതിയെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ വരെ അവന് നേരമില്ല. അവൻ അതൊക്കെ എന്നെ ചുമതലപ്പെടുത്തി. പത്മ എനിക്കെന്റെ പെങ്ങളാണ്. അവളൊരു കൂടപ്പിറപ്പിനെ പോലെ എന്നെയും കരുതി. പത്മയും പ്രതാപനെയും തെറ്റിച്ച് ഒരു മഹാറാണിയായി മാറാൻ അംബിക ഒരുക്കങ്ങൾ ശേഖരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല വേണു. അവൾ എന്നെയും പത്മയും ചേർത്ത് ഒരുപാട് അപവാദ കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവൾ അവസാനത്തെ ഒരു ആയുധം പ്രതാപന്റെ മനസ്സിലേക്ക് അങ്ങിറക്കി തറപ്പിച്ചു. അതാണ് ജഗന്നാഥനങ്ങൾ. പത്മാവതി അമ്മയുടെയും വർമ്മ സാറിന്റെയും ജീവിതകഥയിലെ വില്ലൻ എന്ന് പറയുന്ന ആള്. ഇങ്ങേര് ശരിക്കും വില്ലനാണോ അതോ ചിലര് ചേർന്ന് വില്ലൻ ആക്കിയതാണോന്ന് ആർക്കറിയാം? അവര് പറയുന്നതേ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. റീതിക എന്റെ മകളാണെന്ന്. ഞാനാണ് ഋതികയുടെ അച്ഛനെന്ന്. പത്മയുടെ വയറ്റിൽ ജനിച്ച ഋതിക എന്റെ മകളാണെന്ന് അറിഞ്ഞതോടെ പ്രതാപൻ ആകെ തകർന്നുപോയി. താൻ ജീവനുല്യം പ്രണയിച്ച് കല്യാണം കഴിച്ച പത്മ തന്നെ വഞ്ചിച്ചുവെന്നും അവൾക്ക് ജനിച്ച കുഞ്ഞുവരെ മറ്റൊരാളുടേതാണെന്ന് അറിയുമ്പോ ആ മനുഷ്യൻ തകർന്നു പോവില്ലേ? നിക്കാനാ പറഞ്ഞേ. നിക്കാനല്ലേ പറഞ്ഞ? ഇനി ഒന്നും എനിക്ക് കേക്കണ്ട രാജു. ഞാൻ പ്രതാപവർമ്മയുടെ മകളിൽ നിന്ന് കേട്ടില്ലേ? ആ മനുഷ്യന്റെ മകളാ ഞാനെന്ന്. ഇനി ഞാൻ എന്തിനു ജീവിക്കണം രാജു? എന്റെ പെങ്ങളായ പത്മയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് എന്റെ ആത്മസുഹൃത്തായ പ്രതാപൻ വിശ്വസിച്ചു. ആ ദുഷ്ടസ്ത്രീ അംബിക, അവൾ മെനഞ്ഞുണ്ടാക്കി ഈ കള്ളക്കഥ ഒടുവിൽ പ്രതാപൻ വിശ്വസിക്കേണ്ടി വന്നു. ഞാൻ പ്രതാപന്റെ കാല് പിടിച്ചപേക്ഷിച്ചു. ഒരു നോട്ടം കൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഞാനും പത്മയുമെന്ന് പറഞ്ഞു. അവൻ വിശ്വസിച്ചില്ല വേണു. അവൻ അംബികയെ മാത്രമായിരുന്നു സ്നേഹവും വിശ്വാസവും. പത്മയെ പ്രതാപൻ ഉപേക്ഷിച്ചു. ആ കുഞ്ഞിനെ പോലും കൊടുക്കാതെ അവൻ അവളെ ആട്ടി ഓടിച്ചു. ഇതിനെല്ലാം കാരണക്കാരി ആ അംബികയാ. പത്മയുടെയും എന്റെയും ഒരു പരിധിവരെ പ്രതാപന്റെയും ജീവിതം തകർന്നു. ഇതെല്ലാം പ്രതാപനോട് ഒരിക്കൽ കൂടി പറയാൻ തുടങ്ങിയ എന്നെ അംബിക തടവിലാക്കി. 22 കൊല്ലം
അച്ഛനെ പോലെ സ്നേഹിച്ച ആള് ഇപ്പൊ എന്റെ അച്ഛനല്ലാതായി. ഇതിലപ്പുറം എന്റെ ജീവിതത്തില് ഇനി എന്ത് വരാനാ രാജു? രാജു വാ നമുക്ക് അവസരം കാത്തിരിക്കുക വേണു. ഞാൻ അശ്വത്ഥമാവിനെ പോലെ അവളെ ഞാൻ തീർക്കും. പലരുടെയും പക ഞാൻ ഒറ്റയ്ക്ക് തീർക്കും. തൽക്കാലം നീ അത് മനസ്സിൽ നിന്ന് വിട്. ഡോക്ടർ, യെസ്, മിനിസ്റ്റർ പ്രതാപ് വർമ്മ സർ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. ഡോക്ടർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്ന് പറയണം ഡോക്ടർ. ഇനിയിപ്പോ എത്ര വലിയ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പതറുന്ന ആളൊന്നുമല്ല. ദർ ഈസ് എ സ്മോൾ പ്രോബ്ലം സർ. അന്ന് ഞങ്ങൾ സാറിന്റെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തില്ലേ? അത് ഞങ്ങൾ ബാംഗ്ലൂരിൽ അയച്ചിരുന്നു. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പോസിറ്റീവ് ആണോ? സിമ്പിളായ കാര്യമുള്ളൂ സർ. ട്രീറ്റ് ചെയ്താൽ മാറുന്ന കാര്യം തന്നെയാ. ഡോക്ടർ കാര്യം തുറന്നു പറയൂ. അന്ന് ഞാൻ സാറിന്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോ ചെറിയൊരു വേരിയേഷൻ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ബ്ലഡ് സാമ്പിൾസ് ബാംഗ്ലൂരിലേക്ക് അയച്ചത്. ഇപ്പോഴും ഡോക്ടർ രോഗം എന്താന്ന് പറഞ്ഞില്ല. വന്ന ടെസ്റ്റ് റിസൾട്ടിൽ ഇറ്റ്സ് കൺഫേംഡ്. അതായത് അസ്ഥിമജ്ജയിലെ ബ്ലഡ് സെൽസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത് വെച്ച് നോക്കുമ്പോ. ഡോക്ടർക്ക് പറയാൻ മടിയല്ലേ? ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുമ്പോ എനിക്ക് ബോൺ ക്യാൻസർ ആണല്ലേ? സർ, ഡോണ്ട് ബി ടെൻഷൻഡ്. ഈ രോഗം ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായി മാറും. ഐ ഹാവ് നോ ഫിയർ ഡോക്ടർ. ചികിത്സിച്ച് ഭേദമായാലും ഇനി മാറിയില്ലെങ്കിലും ഐ എം ഓക്കെ. ഒത്തിരി വഴികൾ താണ്ടി വന്നവനാ ഞാൻ. എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കാതെ കടന്നു വന്ന സൗഭാഗ്യങ്ങളും എന്നോട് ചോദിക്കാതെ അകന്നു പോയ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വിധി എന്നിൽ ഏൽപ്പിച്ച എത്ര നോവുകൾ. അകലേ നോവിനാലേ